ഹായ്, എല്ലാവർക്കും ബിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബീച്ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഇവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നും ഒരു ദിവസം ദൈവം നമുക്ക് ദാനമായി തന്ന് അതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ ലൈവൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വന്നതാ. എന്നും സൺഡേ 3 മണിക്കാണ്, 3 മണി അല്ലെങ്കിൽ ഇപ്പം ഞാൻ ചിന്തിക്കുന്നു ഒരു 5 മണിക്ക് ലൈവ് വരാമെന്നാണ് ചിന്തിക്കുന്നത്. എല്ലാ സൺഡേ 5 മണിക്ക് തീരുമാനിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നാണെങ്കിൽ 3 മണി തൊട്ട് ഞാൻ ട്രൈ ചെയ്യുന്നു. നെറ്റ് പ്രോബ്ലം വന്ന് അതിൻ്റെ ഇടയ്ക്ക് വീണ്ടും ഞാൻ ലൈവ് 4 മണിക്കാണ് പിന്നെ ലൈവ് കയറാൻ പറ്റിയത്. ആ സമയത്തും 1-2 പ്രാവശ്യം എൻ്റെ റീകണക്റ്റിംഗ് എന്നും പറഞ്ഞ് വന്ന് 3 വീഡിയോ ആയിട്ടാണ് ഇന്ന് ലൈവ് കിടക്കുന്നത്. കുറേ പേരുന്ന് പുതിയ ആൾക്കാരൊക്കെ വന്നു. അതിനെല്ലാം ഒത്തിരി നന്ദിയുണ്ട്. കാരണം പലരും പല ദേശത്ത് നിന്നാവുമ്പം അവരുടെ ജോലി കഴിഞ്ഞിട്ട് USA ആണെങ്കിൽ ഓരോരുത്തർ ജോലി കഴിഞ്ഞിട്ട് വന്നിട്ടും നമ്മുടെ ലൈവ് അറ്റൻഡ് ചെയ്ത് ഇസ്രായേൽ, ദുബായ്, അങ്ങനെ നമ്മുടെ പാമ്പാടി, കോട്ടയം, തിരുവല്ല, അങ്ങനെ കുറേ സ്ഥലത്തെ ആൾക്കാരുണ്ട്. മുംബൈ വിട്ടുപോയിട്ടുണ്ട്. പിന്നെ അവിടെ ഗുജറാത്ത് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. ഞാൻ അങ്ങനെ ചിലരുടെയൊക്കെ സ്ഥലം ചോദിക്കുക എവിടെയാണെന്നുള്ളത്. അങ്ങനെ ബാംഗ്ലൂർ, നമ്മുടെ മീനു ജോബി ബാംഗ്ലൂർ എൻ്റെ ലൈവ് വന്ന് അറ്റൻഡ് ചെയ്യാൻ നിങ്ങൾ സമയം കണ്ടെടുത്തതിൽ ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇന്ന് കൂടുതൽ സമയം പ്രൈസ് മോനെ അറ്റൻഡ് ചെയ്തത് കേട്ടോ. ഇനി നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം. പിന്നെ ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, ഞാൻ ടൈറ്റിൽ ഇടും ഈ വീഡിയോ ഞാൻ പേടിച്ചാണ് ഇടുന്നതെന്ന്. ഞാൻ പേടിച്ചാണ് ഇടുന്നത് വീഡിയോ ഇടുന്നതിനല്ല കേട്ടോ. അതിൻ്റെ അകത്ത് ഞാൻ പാട്ടിട്ടില്ലേ, പിള്ളേർ ഞങ്ങൾ ഓൺലൈൻ മീറ്റിങ്ങിന് പാടിയേ ആ പാട്ടിട്ടത് കൊണ്ടാണ്. കാരണം ഞാനന്ന് ലൈവിൽ കൊച്ചുങ്ങളൊരു പാട്ട് പാടിയത് കോപ്പിറൈറ്റായിട്ട് വന്നായിരുന്നു. അപ്പോൾ അന്നേരം അവർ പറഞ്ഞായിരുന്നു വരുന്ന $1 ഷെയർ ചെയ്യാൻ. ദൈവമേ, ഈ ലൈവ് നമ്മൾ 2-3 മണിക്കൂർ ഇരുന്നാലും ചിലപ്പോൾ $1 പോലും കിട്ടത്തില്ല, ഒട്ടും അങ്ങനെ ലൈവിൽ വരത്തില്ല. അപ്പോൾ അതിൽ നിന്ന് ഷെയർ കൂടെ കൊടുത്താൽ നമുക്കെന്തോ കിട്ടാനൊന്നുമില്ല. അതുകൊണ്ട് എനിക്ക് ആ പാട്ടിടാൻ പേടിയാന്ന് പറയും. അപ്പോൾ അത് ചിന്തിച്ച് എനിക്ക് പേടിയാ. അങ്ങനെ അപ്പോൾ എല്ലാവരും പറഞ്ഞു പേടിക്കണ്ടെന്ന്. നമ്മുടെ ജയശ്രീ പറയുക ഡർന നഹി ഹിന്ദിയിൽ പേടിക്കണ്ടെന്നുള്ളതിന് ഡർന നഹി എന്നാണ് പറയുന്നത്. എന്തുവന്നേലും ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം കേട്ടോ. ഇന്നത്തെ ദിവസം ഒന്നും കിടന്നിട്ടില്ല, അതുകൊണ്ട് മുഖത്തൊക്കെ അതറിയാനുണ്ട്. രാവിലെ എണ്ണിക്കുന്നതല്ലേ പ്രയാറിന് പോകാനൊക്കെ. അപ്പോൾ ഒരു റെസ്റ്റും എടുത്തിട്ടില്ല. എന്നാലും രാത്രി ഉറക്കം വരത്തില്ലെന്നുള്ളത് അതാ കുഴപ്പം. മനുഷ്യൻ നന്നായി ഒരു 5-6 മണിക്കൂർ ഉറങ്ങാമോ നല്ല ഫ്രഷായിരിക്കും പിന്നെ ആ പിറ്റേ ദിവസം. ഓക്കെ, ഇന്നിപ്പോൾ അവന്മാർക്ക് വൈകിട്ട് നൂഡിൽസ് വാങ്ങിച്ചു കേട്ടോ. എല്ലാവരും ലൈവിൽ ചോദിച്ചു ഇന്നെന്തോ ചേച്ചി സ്പെഷ്യൽ എന്ന്. അപ്പോൾ അവന്മാർക്ക് നൂഡിൽസ് വാങ്ങിച്ച്. പിന്നെ ഞാൻ എന്തോ പറയണമെന്ന് പറഞ്ഞായിരുന്നു. ഓക്കെ, ഓർക്കുമ്പോൾ പറയാം. ഇന്ന് രാവിലെ ഞാൻ കോണിങ്ങനെ പൊളിച്ചതുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലേ അന്ന് കുറച്ച് കോണ് കൂടുതൽ കൊണ്ടുവന്നു. അതുകൊണ്ട് ഞാനിങ്ങനെ പൊളിച്ച് വെക്കുമ്പോൾ നമുക്ക് എളുപ്പമാണെന്നല്ലേ. അപ്പോൾ പോൾ പറഞ്ഞ് ഇന്ന് അവൻ ഈ കോണിൻ്റെ അകത്ത് ഇങ്ങനെ ചാറ്റ് മസാലയൊക്കെ ഇട്ട് കൊടുത്താൽ മതിയെന്ന്. അപ്പോൾ ചായ ഒരിടത്ത് വെച്ചു, പാല് തിളയ്ക്കാൻ വെച്ചു. അപ്പോൾ ഈ കോൺ കാണുമ്പോൾ എനിക്കിപ്പോഴും പേടിയാണ്. അതിൻ്റെ അകത്ത് ഞാൻ ഇച്ചിരി ഉപ്പ് ഇട്ട് അതൊന്ന് ബോയിലാക്കി എടുക്കട്ടെ. എന്നിട്ട് ഒരു ബ്രേക്കിന് ഇതാണ് ഞാൻ കൊടുത്തു വിടുന്നത് അവന്. അപ്പോൾ കൊച്ചവന് ചപ്പാത്തിയും വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി ഉണ്ടായിരുന്നു, അതും മതിയെന്ന് പറഞ്ഞു. അപ്പം കൊച്ചിന് ഇതും വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിയും ചപ്പാത്തിയും. അപ്പം മറ്റവന് ഞാൻ ഇന്ന് പറഞ്ഞു എന്തുവാന്നേലും ഇന്ന് ചപ്പാത്തിക്കകത്ത് ഇങ്ങനെ മുട്ടയിട്ട് കൊണ്ടുപോകും, നീ മറ്റുള്ളവർ കഴിക്കത്തില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഞാനെന്താ എന്നൊന്നും ഈ കൊടുക്കുന്നത് സെയിം കൊടുക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടം ആവത്തില്ലല്ലേ. അപ്പം ഞാൻ പറഞ്ഞു എന്തായാലും നീ അവരോട് പറയാം ഇന്ന് ഞാൻ മുട്ടയാണ് കൊണ്ടുവന്നേ എന്നൊക്കെ പറഞ്ഞാൽ മതി, ഷെയർ ചെയ്യണ്ട ഇന്ന്. അപ്പം കൊച്ചിൻ്റെ അങ്ങ് ഒതുക്കി വെച്ച്, കൊച്ചിന് ഒരു ടിഫിൻ മതിയല്ലേ, അവന് അങ്ങനെ കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ഇവന് ഞാൻ ഒരെണ്ണത്തിൽ കോണിൻ്റെ അകത്ത് ഇച്ചിരി ചാറ്റ് മസാലയൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ അതവന് ഇഷ്ടമാണ്. പിന്നെ ചപ്പാത്തിക്കകത്ത് ഇവന് മുട്ട പൊരിക്കുന്നതിനകത്ത് ഞാൻ ഒരു ഇച്ചിരി സവാളയൊക്കെ ഇട്ട് കൊടുക്കാമെന്ന് വെച്ച്.
അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇച്ചിരി ഇങ്ങനെ റോൾ ചെയ്യുമ്പോൾ ഒരു ഇച്ചിരി പച്ചയ്ക്ക് സവാളയൊക്കെ കടിക്കുന്നത് നല്ലതല്ലേ. ഞാനത് ഈ ക്യാപ്സിക്കം ഇതൊക്കെ ഇടുന്നേരം അത് ഇച്ചിരി ഒന്ന് വാട്ടിയിട്ട് ചേർക്കാൻ പറഞ്ഞു. പക്ഷേ അവന് ടൊമാറ്റോയും അതും വേണ്ട, സവാള മാത്രം മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇച്ചിരി ഇങ്ങനെ നീളത്തിൽ, അത് കുഞ്ഞ് സവാളയായിരുന്നു പക്ഷേ നീളത്തിൽ ഇങ്ങനെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇന്നലെ അവൻ എന്നോട് പറഞ്ഞായിരുന്നു ഇന്ന് ഞാൻ ടിഫിനൊന്നും കൊണ്ടുപോകുന്നില്ല മമ്മി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ് ഫാസ്റ്റിങ് എടുക്കുമോ, ഞാൻ പറഞ്ഞു വേണ്ട അങ്ങനെ എടുക്കണ്ട, എന്തെങ്കിലും ലൈറ്റായിട്ട് നീ കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. കാരണം ഈ 6 നിലയൊക്കെ കയറി പോകുമ്പോൾ തന്നെ പിള്ളേർ ഒരു പരുവമാവും. അഥവാ ക്യാൻറ്റീനിൽ ഇറങ്ങി വരുവാണെങ്കിൽ വീണ്ടും കയറി പോകണ്ടേ, ക്യാൻറ്റീൻ താഴെയാണ്, വീണ്ടും അവർക്ക് കയറി പോകണ്ടേ. അപ്പം ഞാൻ പറഞ്ഞു എന്തെങ്കിലും നീ ലൈറ്റായിട്ട് കൊണ്ടുപോകും, അല്ലാതെ ഒന്നും കഴിക്കാതൊന്നും ഇരിക്കണ്ടെന്ന് പറഞ്ഞു. ഞാൻ ആ മുട്ട അങ്ങനെ പൊട്ടിച്ചൊഴിച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ ചപ്പാത്തി വെച്ചിട്ട് നന്നായി ഒന്ന് പ്രസ് ചെയ്യാൻ നേരം അതിൻ്റെ അകത്തങ്ങ് എല്ലാവർക്കും അറിയാം. ഇതുപോലെ ഞാൻ എഗ്ഗ് ദോശയാണെങ്കിൽ ആ ദോശയുടെ മുകളിൽ ഇങ്ങനെ എഗ്ഗ് ഇച്ചിരി ലിക്വിഡ് ഒഴിക്കത്തേ ഉള്ളൂ. ഇതാണെങ്കിൽ ഇങ്ങനെ ഒറ്റ ഒരെണ്ണമായിട്ടങ്ങ് ഉണ്ടാക്കും. എന്നിട്ട് അതിൻ്റെ അകത്ത് പിന്നെ ഇച്ചിരി മയോണൈസോ അതൊക്കെ തേച്ചിട്ട് ഈ ഉള്ളിയും കൂടെ വെച്ച് റോൾ ചെയ്ത് കൊടുക്കുമ്പം അവന് ആ ടേസ്റ്റ് ഇഷ്ടമാണ്. അങ്ങനെ ഉള്ളിയൊക്കെ വെച്ച് കൊടുത്തതുകൊണ്ട് അവന് ഇഷ്ടമായി. പിള്ളേർക്കൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ ടൊമാറ്റോ സോസ് ഓർഡർ ചെയ്തത് അതെന്ന് പറയുന്നത് ഇച്ചിരി ഈ പുളിയൊക്കെ ചേർന്നുള്ള ഒരു സൈസ് സോസ് ഉണ്ട്. നമ്മുടെ അതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഈ പാനിപ്പൂരിയുടെ ആ വെള്ളം ഉണ്ടല്ലേ അതിൻ്റെ ഒരു ടേസ്റ്റ് പോലൊക്കെയുണ്ട്. പ്യുവർ ടൊമാറ്റോ മാത്രമല്ല അതിൻ്റെ അകത്ത്. അത് പിള്ളേർക്കൊക്കെ അത് ഇഷ്ടപ്പെട്ടു. ഇന്ന് തന്നെ ചർച്ചിൽ അവിടെ എന്നും പോഹ അല്ലെങ്കിൽ പാവ് ബുർജി അതൊക്കെയാണ്. ഇന്ന് പക്ഷേ പാസ്തയായിരുന്നു. ഈ പിള്ളേർക്കെല്ലാം എന്തോ ഇഷ്ടമായിരുന്നു. റൈസ് 2 പ്രാവശ്യം പോയി എടുത്ത്. പിള്ളേർ ടൈപ്പിനൊക്കെ അത് ഒത്തിരി ഇഷ്ടമാവും. അപ്പോൾ ഞാൻ ആ കോണൊന്ന് ബോയിൽ ചെയ്തിട്ട് ഇങ്ങനെ വെള്ളം വാലാൻ വെച്ചായിരുന്നു. എന്നിട്ട് അതിൽ ഞാൻ പറഞ്ഞില്ലേ ഇച്ചിരി ഉപ്പിട്ടാണ് ഞാനത് വേവിച്ചത്. അതിൻ്റെ അകത്ത് ഇച്ചിരി ചാറ്റ് മസാല മാത്രമേ ചേർക്കുന്നുള്ളൂ. അപ്പം വീട്ടിലായിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ ഇച്ചിരി മുളക് പൊടിയൊക്കെ ചേർക്കും. പിന്നെ ഇതിന് പോകാൻ അവിടെ കാണും എരിക്കുമെന്നും പറഞ്ഞ് നമുക്ക് പിള്ളേർ ഇത്തിരി വലുതായാലും നമുക്കവർ കുഞ്ഞാണെന്നുള്ളൊരു ചിന്തയല്ലേ. പക്ഷേ അവൻ പറഞ്ഞു മമ്മി ഇച്ചിരി മുളക് പൊടിയും കൂടി ഇട്ടായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇത് മാത്രമേ ഇട്ടുള്ളൂ. എന്നിട്ട് അത് ഡബ്ബയിലാക്കി കൊടുക്കുമായിരുന്നു. എന്നിട്ട് പിന്നെ ഞാനൊരു കോരി തിന്നാനൊരു സ്പൂണ് വേണ്ട, അത് അവൻ്റെ ഈ പാത്രത്തിൻ്റെ അകത്ത് സ്പൂണ് പറ്റത്തില്ലായിരുന്നു, ഇച്ചിരി വലിയ സ്പൂണായിരുന്നു. അതുകൊണ്ട് ഞാനതൊരു ടിഷ്യൂ പേപ്പറിൽ ഇങ്ങനെ പൊതിഞ്ഞിട്ട് ഇച്ചിരി റബ്ബർ ബാൻഡ് ഇട്ടിട്ട് ആ ഡബ്ബയുടെ മുകളിൽ ഞാനത് ഇങ്ങനെ വെച്ചിട്ട് റബ്ബർ ബാൻഡ് ഇടും. പോളാകുമ്പം നോക്കി ചെയ്യാൻ പറ്റുമല്ലോ അവന്. മീനെടുത്ത് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്. പാത്രങ്ങൾ കുറച്ചുകൂടെ കഴുകാറുണ്ട്. ഇനി അതൊക്കെ ചെയ്യണം. ഡാഡിക്ക് ചായ വേണോ ഡാഡി? അപ്പം ഡാഡിക്ക് ചായ വേണമെന്ന് അടുക്കളയിൽ നിന്ന് ഞാൻ ചോദിച്ചിട്ട് ഡാഡി കേട്ടില്ല. പിന്നെ ചെന്ന് ചോദിച്ചാൽ വേണമെന്ന് പറഞ്ഞ്. വെറുതെ ഇങ്ങനെ കുത്തിയിരിക്കുമല്ലേ. അപ്പോൾ ഇടയ്ക്ക് ഇച്ചിരി ചായ ഉണ്ടെങ്കിൽ അതൊന്ന് ചൂടാക്കി കൊടുക്കുമ്പോൾ അവർക്കതൊക്കെ ഇഷ്ടമാണ് കുടിക്കാൻ. അപ്പം ഞാൻ പിന്നെ തോരൻ വയ്ക്കാമെന്ന് വെച്ചു. ഇത് കോവയ്ക്കയും ക്യാരറ്റും കൂടെ. ഇതിലേക്ക് എനിക്ക് മഞ്ഞൾപ്പൊടി ഉപ്പും തേങ്ങ ഇട്ടതും എതിരിട്ടുണ്ട്. ഈ കോവയ്ക്കകത്തൊക്കെ ഇച്ചിരി വെള്ളമുണ്ട് കേട്ടോ. അപ്പം ഞാനത് ഹൈ ഫ്ലെയിമിലാണിത് 1-2 മിനിറ്റ് നന്നായി ഇളക്കി. ഇതിൽ ഉപ്പൂടെ ഇട്ടത് കൊണ്ട് അതിൻ്റെ അകത്തുനിന്നുള്ള വെള്ളമൊക്കെ ഇങ്ങനെ ഊറി വരും. അതുകൊണ്ട് ഇപ്പം അത് തീ കുറച്ചിടുവാണെങ്കിൽ അതങ്ങ് കുഴഞ്ഞു പോകും. അതുകൊണ്ട് ഞാൻ നന്നായിട്ട് ഹൈ ഫ്ലെയിമിലങ്ങ് ഇളക്കി കൊടുക്കുന്നുണ്ട്. 1-2 മിനിറ്റ് ഇങ്ങനെ ഹൈ ഫ്ലെയിമിൽ ഇളക്കിയിട്ട് പിന്നെ ഞാനിത് ഒതുക്കി അടച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ അവിടെ ഇടും. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പം മീനെന്ന് പറയുന്നത് അന്ന് റേച്ചാൻ പോയണേ ഇതുപോലുള്ള മീൻ 7 എണ്ണം എങ്ങാണ്ട് 200 രൂപയ്ക്കാണ് വെച്ചിരുന്നത്. പിന്നെ അവർ 3-4 കൊച്ചും അയലയും കൂടെ കൊടുത്തു. പക്ഷേ ഈ വലുത് അത്ര അങ്ങ് വലിയ നല്ലതായിട്ട് ഒത്തിരി അങ്ങ് ഫ്രഷ് അല്ല. പക്ഷേ പിന്നെ കുഞ്ഞായാലും കുഴപ്പമില്ലായിരുന്നു. കുഞ്ഞെന്ന് പറഞ്ഞാൽ ഒരു ഇച്ചണിയേ ഉള്ളൂ, മുറിക്കാനൊന്നും ഒക്കത്തില്ല. അപ്പം ഞാനിതൊന്ന് വെട്ടിയെടുത്തിട്ട് എല്ലാം ഒന്ന് വെട്ടിയെടുക്കട്ടെ. പരിഞ്ഞിലും ഉണ്ടായിരുന്നു. ചിലതിൻ്റെ പരിഞ്ഞിൽ ഞാൻ എടുത്തങ്ങ് കറിക്കകത്ത് തന്നെ ഇടാമെന്ന് വെച്ചാൽ അല്ലാതെ സെപ്പറേറ്റ് ഇതിനായിട്ടൊന്നും ഇല്ലായിരുന്നു.
ഞാൻ മീനെല്ലാം വെട്ടിയെടുത്തു. ഞാൻ പറഞ്ഞില്ലേ ഒരു തേങ്ങ എടുക്കേണ്ടി വന്നു, കാരണം അത്രയ്ക്കേ പീരെ ഉള്ളൂ ഇപ്പോഴത്തെ തേങ്ങയ്ക്ക്. അപ്പോൾ തേങ്ങയും അതിൻ്റെ അകത്ത് തന്നെ ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് വെളുത്തുള്ളി ഒരു അഞ്ചാറ് അല്ലി വെളുത്തുള്ളി. ചിലർ വെളുത്തുള്ളി അരയ്ക്കും, ഞങ്ങൾ പക്ഷേ അമ്മ ചെയ്യുന്ന രീതിയാണ് ഞാൻ ഈ ചെയ്യുന്നത്. വെളുത്തുള്ളി അരയ്ക്കും, എന്നാൽ ആ ഒരു മണമാണ് ആ കറിക്കൊരു പ്രത്യേക മണം കിട്ടുന്നത്. അപ്പോൾ ഇതിലേക്ക് തന്നെ കാശ്മീരി മുളക് പൊടി, ഉലുവാപ്പൊടിയും എല്ലാം കൂടെ ഇട്ടിട്ട് അങ്ങ് നന്നായിട്ടിങ്ങ് പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ മൊബൈലിൽ അലാറമാണ് അടിച്ചത്. ഞാനൊരു 12 മണിക്ക് അലാറം സെറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ഞാൻ പറഞ്ഞാൽ നമ്മൾ ഈ ജോലി ചെയ്യുന്നത് കൊണ്ട് ഇന്ന് ഇങ്ങനെ ഇരിക്കും എന്നുണ്ടെങ്കിൽ പ്രൈസിനെ വിളിക്കാൻ പോകുന്നു അങ്ങ് മറന്നുപോകും. അപ്പോൾ അതുകൊണ്ട് ഞാൻ 12 മണിയാകുമ്പോൾ അലാറം ചെയ്തിട്ട് പിന്നെ തയ്യാറായിട്ട് അങ്ങ് നിന്നിട്ട് ബാക്കി ജോലികൾ ചെയ്യുമ്പോൾ അവനൊരു 12:45 ആയിട്ടാണ് വരുന്നത്. 12:15 സ്കൂള് കഴിയുന്നതാണ്. പക്ഷേ എല്ലാ പിള്ളേരെയൊക്കെ കയറ്റി വരുമ്പോൾ ഇവിടെ 1 മണിയൊക്കെ ആകാറാവും ഇങ്ങനെ എത്താൻ. അപ്പം ഞാൻ ഈ അരപ്പെല്ലാം അരച്ചെടുത്തിട്ട് അതിൻ്റെ അകത്ത് ഈ മാങ്ങയുടെ മാംസമാണിത്, മാങ്ങയല്ല മാങ്ങയുടെ മാംസം. ഇത് ഇന്നാളി ഞാൻ മാങ്ങ അച്ചാറിടാൻ നേരം ആ മാങ്ങാണ്ടിയുടെ എൻഡ് വരെയുള്ള മാംസം ഞാൻ എടുക്കത്തില്ലായിരുന്നു അച്ചാറിടാൻ. ബാക്കി ഇച്ചിരി ഉള്ളൊരു ഭാഗം ഇങ്ങനെ പുളിയാണ് എടുക്കുന്നത്. അപ്പോൾ അത് ഞാനിങ്ങനെ കീറി ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ഒത്തിരി പുളിയൊന്നുമില്ല. അതും പിന്നെ കുറച്ച് ഒരു 2-3 കഷ്ണം കുടംപുളിയും കൂടെ ചേർത്ത്, എന്നിട്ട് പച്ചമുളക് കീറിയതും കറിവേപ്പിലയും ഉപ്പും എല്ലാം കൂടെ ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് അടപ്പത്ത് വെക്കണം. ഈ കൊച്ചേർക്കൻ പണ്ട് ഇത് നന്നായിട്ട് കഴിക്കുമായിരുന്നു, ഇതിഷ്ടമായിരുന്നു ഇവർക്ക്. കാണുമ്പോഴേ എന്ന് പറയായിരുന്നു. അപ്പോൾ ഇപ്പോൾ അവന് ചില സമയത്ത് ഓന്തിൻ്റെ സംഭവം ഒന്നുമല്ല. ഓന്തിന് ഇവിടെ ഡാഡിക്ക് പിന്നെ അത്ര താല്പര്യമില്ലായിരുന്നു, എനിക്കറിയാം. പിന്നെ ഞാൻ ഇതുകൊണ്ടാണ് ഈ മീൻ അത്ര അല്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ തേങ്ങ അരച്ച് വെക്കാമെന്ന് വെച്ചത്. അപ്പോൾ അവൻ ആദ്യത്തെ ദിവസം കഴിച്ചു. അന്ന് മീൻ തിന്നില്ല. പിറ്റേ ദിവസം പറഞ്ഞ് എനിക്ക് വേണ്ടാന്ന്. പക്ഷേ പോള് കഴിച്ചേ. ഞാനും അത് പിറ്റേ ദിവസം ആയതുകൊണ്ട് പിന്നെ ഞാനെടുത്തങ്ങ് ഫ്രിഡ്ജിൽ വെച്ച്. 2 ദിവസം കഴിഞ്ഞ് എടുത്താൽ കുഴപ്പമില്ലല്ലേ. അപ്പോൾ ഈ അടുപ്പിച്ച് 2-3 ദിവസം എടുക്കുമ്പം ഒരു ബോറാവും. അപ്പോൾ അതിൽ നിന്ന് കുഞ്ഞ ഇലയുണ്ടായിരുന്നു, ഇതിൻ്റെ തലയും വെറുതെ 2 എണ്ണം എടുത്ത് ഞാൻ അതൊന്ന് ഇച്ചിരി മസാല പുരട്ടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഉപ്പ് ഇതെല്ലാം കൂടി ഇട്ടൊന്ന് പിന്നെ മിക്സ് ചെയ്തിട്ട് ഇന്ന് ഞാനിപ്പോൾ വറക്കുന്നില്ല. ഇന്ന് വറക്കാൻ എടുക്കുവാണെങ്കിൽ കറി അവിടെ ഇരുന്ന് പോകും. അതുകൊണ്ട് ഞാൻ പിന്നെ വറക്കുന്നുള്ളൂ. അങ്ങനെ ഞാൻ മീൻ മസാലയൊക്കെ പുരട്ടി നന്നായിട്ട്, പോളിനാണെങ്കിൽ അങ്ങ് നന്നായിട്ട് ഡീപ്പായിട്ട് മസാല പുരട്ടണം അകത്തോട്ടങ്ങ്. അപ്പോഴത്തേക്കിന് ഞാൻ നോക്കിയാണ്ടേ വെയിലുണ്ട്. അതുകൊണ്ട് ഞാൻ ചിന്തിച്ചെന്നാൽ ഇവനെ ഇന്ന് മഴയാണെങ്കിൽ ഞാനങ്ങ് പോവും. ഞാനൊരു അടുത്ത് വിളിച്ച് പറഞ്ഞ് അവൻ വരിക, കൊച്ചിനെ ഇങ്ങോട്ടൊന്ന് കയറ്റി വിട്ടേക്കണേന്ന്. അപ്പോൾ അവൻ ഞാനിത് മീനൊക്കെ പുരട്ടി വെച്ചപ്പോഴത്തേക്കിനും ബെല്ലടിച്ചു. അവൻ വന്നു. അപ്പോൾ ആൾ വന്നപ്പോഴേ മുഖം ഒരു മ്ലാനതയായിട്ടിരിക്കുന്നത്. പെട്ടെന്ന് എനിക്ക് മനസ്സിലാവും ഇവന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ടാണ് വന്നെങ്കിലും. അപ്പോൾ ഞാൻ ചോദിച്ചു എന്തോ പറ്റി. അത് ബസ്സിൽ പുറകെ ഇരുന്ന വലിയ മീൻസ് ബയ്യാന്മാർ എൻ്റെ തലയിൽ പേനയെടുത്ത് എറിഞ്ഞ്. ഞാൻ പറഞ്ഞു പേന എടുത്ത് എറിഞ്ഞെങ്കിൽ എനിക്കിപ്പോൾ ചിരിയും വരുന്ന അവൻ്റെ പറച്ചിൽ കേട്ടിട്ട്. എന്നിട്ട് ഞാൻ ചോദിച്ചാൽ ആൻറ്റി എടുത്ത് പറഞ്ഞില്ലയോ? ആൻറ്റി എടുത്ത് പറഞ്ഞിട്ട് ആൻറ്റി ഒന്നും പറഞ്ഞില്ല, ഇവനെടുത്ത് പേന കളയുകയും ചെയ്തെന്ന്. പറഞ്ഞു നീ പേന കളയാൻ പോയ എന്തോത്തിനാ? എന്നാലും ഞാൻ പറയും ഇനി നാളെ അവന്മാർ വീണ്ടും എന്തെങ്കിലും ചെയ്യത്തില്ല നിന്നെ. അങ്ങനെ പറഞ്ഞ് പപ്പ അടുത്ത് ആ ബസ്സുകാരുടെ നമ്പരും നമ്മുടെ ഇല്ലായിരുന്നു, പുതിയ ബസ്സായിരുന്നു. കാരണം രാവിലെ ഒരു ബസ്, ഉച്ചയ്ക്ക് ഒരു ബസ്, അതുകൊണ്ടാണ് നമുക്ക് പ്രോബ്ലം ആയിപ്പോയത്. ഞാനങ്ങനെ അവനെ വിളിച്ച് ഇങ്ങനെ എൻ്റെ ജോലികൾ തീർന്നതുമില്ല, പാത്രം കഴുകാനുണ്ട്, ഇങ്ങനെ ബാക്കി ജോലികളൊക്കെ ഇങ്ങനെ ഇരുന്നുണ്ടേ. ഞാൻ പറഞ്ഞില്ലേ ഈ ബിൽഡിങ്ങിൻ്റെ പണി നടക്കുക. അന്ന് ഇവന്മാർ ഇപ്പം ബിൽഡിങ്ങിൻ്റെ PVC ആക്കുക, പൈപ്പ് ആക്കുക ആയതുകൊണ്ട് എല്ലാവരുടെയും പൈപ്പ് ചേഞ്ച് ആക്കുക. അപ്പം ഞാൻ നാട്ടിലായിരുന്ന സമയത്താണ് ഇത് ചേഞ്ച് ചെയ്തത്. നമ്മുടെയൊക്കെ ഈ മെറ്റലായിരുന്നു. അപ്പോൾ അത് മാറ്റിയിട്ട് അവർ PVCയോടെ ചെയ്തത്. അപ്പോൾ ചെയ്തോണ്ടേ ഇഞ്ഞാഞ്ഞിങ്ങ് കിടക്കുക. കാരണം ഞങ്ങൾ നോർമൽ പൈപ്പിനേക്കാൾ ഇച്ചിരി കൂടെ ഞങ്ങൾ പൈപ്പ് വെച്ച് എക്സ്ചേഞ്ച് ചെയ്തത്. കാരണം എനിക്ക് നടുവേദന ആയതുകൊണ്ട് അങ്ങോട്ട് ആഞ്ഞ് പാത്രം കഴുകാൻ നടുവേദന ആയതുകൊണ്ട് ഞങ്ങൾ ഇച്ചിരി ഇങ്ങോട്ടാക്കിയതാണ്. ഇതിപ്പോൾ ഇവന്മാർ ഇങ്ങോട്ട് ആക്കി ഇച്ചിരി പൊങ്ങിയും കൂടെ ആയപ്പോഴത്തേക്കിന് ഫോഴ്സിൽ നമ്മൾ പാത്രം കഴുകുന്നുണ്ടെങ്കിൽ നമ്മുടെ വയറും നനയും, തറയിലൊക്കെ അങ്ങ് വെള്ളമാവും. അങ്ങനെ അവന്മാർ ഇപ്പോൾ ഒന്ന് ചേഞ്ച് ചെയ്തോണ്ടേ
അത് അവർക്ക് കട്ട് ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് അവരങ്ങ് ഇപ്പം അങ്ങ് ഭിത്തിയോടായി, നമുക്ക് അങ്ങ് ആഞ്ഞ് വേണം ചെയ്യാൻ. ഞാനങ്ങനെ റേച്ചാനും വീഡിയോ എടുത്ത് അയച്ച് റേച്ചാനും അവരോട് സംസാരിച്ച്. അതുമല്ല ഞാൻ ഇവരോട് പറഞ്ഞു, നിങ്ങൾ വരുവാണെങ്കിൽ ഒന്ന് ഫോൺ ചെയ്യണ്ടായിരുന്നോ, എൻ്റെ ജോലികൾ പോലും തീർന്നില്ല, ഇതെല്ലാം പിന്നെ ഞാൻ ഇതെല്ലാം ഒതുക്കി കൊടുക്കുമല്ലായിരുന്നോ ഇവർക്ക്. അങ്ങനെ പിന്നെ അവന്മാർ സൺഡേ വരാമെന്ന് പറഞ്ഞു. ഇനി ഇവന്മാർ കാരണം ബിൽഡിങ്ങിൻ്റെ പണി നടക്കുക, പക്ഷേ പറഞ്ഞ റീച്ച ഉള്ള സമയത്ത് ഇനിയും വിളിച്ച് ചെയ്യിപ്പിച്ചാൽ മതി, ഇവന്മാരടുത്ത് പറഞ്ഞിട്ടൊന്നും മനസ്സിലാവുന്നില്ലെന്ന്. അപ്പം നമ്മൾ നമ്മുടെ ഇതിൽ വെച്ച് ചെയ്യാൻ പറഞ്ഞാൽ അവരുടെ രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ റീച്ചാൻ പറഞ്ഞ് ഞാൻ ഉള്ളപ്പോൾ ചെയ്താൽ മതി, പോട്ടെന്ന് പറഞ്ഞു. പിന്നെ അവരതുപോലെ ചെയ്തിട്ട് പോയി. റീച്ച ഇനി ഒരാഴ്ച ഞാൻ ഇങ്ങനെ ആഞ്ഞു കിടന്ന് പാത്രം കഴുകിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. ഇഷ്ടപ്പെടുന്ന വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേരെ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ട്, വീഡിയോ ഇഷ്ടമായി വീണ്ടും ഈ ചാനൽ കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലേക്ക് ബട്ടൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓളെന്നൊരു ഓപ്ഷൻ വരും. അതുകൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിന്ന് വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ, ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു, ടേക്ക് കെയർ, ബൈ, സീ യു.